السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اتقوا الله عباد الله. സ്നേഹാദരണിയരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ എന്നോടെന്നോണം നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് ചെയ്യുന്ന ഒരു വസിയത്ത് ആണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه. ഇതാ എൻ്റെ പാത, നേരെ ചൊവ്വായ നിലയിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുകയും. ആരാണ് പറയേണ്ടത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ പറയുകയാണ്. അല്ലാഹുവിൻ്റെ വസിയ്യത്താണ്. വലാ തത്തബിഉ സുബല ഫതഫറഖ ബികും അൻ സബീലിഹി. വിവിധ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ അവൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും നിങ്ങൾ ഭിന്നിച്ചു പോകും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അതൊക്കെ അവൻ നിങ്ങളോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി വസീയത്ത് ചെയ്യാവുന്നു. ധാരാളം കാര്യങ്ങൾ അല്ലാഹു തആല ഈ ആയത്തിൻ്റെ മുകളിലും പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് നിർബന്ധമാകുന്നു. അല്ലാഹു തആലയുടെ വസിയ്യത്താകുന്നു. ആ വസിയ്യത്ത് നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, ഊസീക്കും വയ്യായ അവലം ബിതഖ്വല്ലാഹ്.
ഊസയിക്കും, ഞാൻ നിങ്ങളെ വസീയത്ത് ചെയ്യുന്നു അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു എന്നെയും അള്ളാഹുവിൻ്റെ തഖ്വ ഉണ്ട്. തഖ്വ എന്താണ്? തഖ്വ അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും ജീവിതത്തിൽ പ്രാപ്തിയാക്കുക. ഇതാണ് തഖ്വ. സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര കൊണ്ടുവരിക. ഇതാണ് തഖ്വ. ഇത്തഖുല്ലാഹ് ഇത്തഖുല്ലാഹ് എന്ന് അള്ളാഹും അള്ളാഹു റസൂലും നമ്മോട് വസീയത്ത് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കടമയാകുന്നു. കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാകുന്നു. എന്താണ് നഷ്ടപ്പെടുന്നത്? സ്വർഗമാണ് നഷ്ടപ്പെടുന്നത്. ആരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. എവിടെയാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിലൂടെ അല്ലാഹു തആല കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചൊഴികെ. ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കണം. അവിടെ ബുദ്ധി പ്രയോഗിക്കരുത്. ബുദ്ധിക്ക് സ്ഥാനമില്ല. എങ്കിലേ മുഅ്മിനാവുകയുള്ളൂ. ഏതാണ്ടൊക്കെ അള്ളാഹുവിൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വാസം, ഖൈറും ശറും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം, ഖദറിലെ വിശ്വാസം, അവസാന നാളെ ഖിയാമത്ത് നാളിലെ വിശ്വാസം, മരണം, മരണാനന്തര ജീവിതം, പരലോക ജീവിതം, പരലോകത്തുള്ള സ്വർഗം, നരകം, വിചാരണ ഒക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വാസപരമായ കാര്യങ്ങളിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ മനുഷ്യന്മാർ എല്ലാവരും നഷ്ടത്തിലാവുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചൊഴികെ. മനസ്സിലായല്ലോ? ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ നൽകുന്ന വിശ്വാസകാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കണം. അള്ളാഹു വിശ്വാസം, അള്ളാഹുവിൻ്റെ ദാത്തി, സിഫത്ത്, അഫ്ആലുകൾ, അസ്മാകളൊക്കെ വിശ്വസിക്കണം. എങ്ങനെയാണോ അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നത് അപ്രകാരം, എങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നത് അപ്രകാരം. ചുരുക്കരൂപമാണ് ഈമാൻ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞത്. രണ്ടാമതായി വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. യും ചെയ്തതിനൊഴികെ. വിശ്വസിച്ചവനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും ചെയ്തതിനൊഴികെ. എന്താണ് സൽക്കർമ്മങ്ങൾ? ഇസ്ലാം കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമുക്ക് ആദ്യമായി പഠിപ്പിച്ചെന്ന് ഇസ്രാ മിഅ്റാജ് യാത്രയിലൂടെ ആ യാത്ര കഴിഞ്ഞ് പഠിപ്പിച്ചെന്ന കാര്യമാണ് 5 വക്ത് നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയുള്ള കൽപ്പന. നുബുവത്തിൻ്റെ 13ാമത്തെ വർഷത്തിലാണ് ഇത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തുടർന്ന് 10 വർഷങ്ങളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു. ശിക്ഷാ നടപടികൾ,
പഠിപ്പിച്ചിരുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു. ഹജ്ജത്തുൽ വദാ വെച്ച് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടു. അതോടുകൂടി ദീൻ പൂർത്തിയായി. മാത്രമല്ല, ഈ ദീൻ ഖുർആനും ഹദീസുകളും ഉൾക്കൊള്ള ഉത്ബോധനം അല്ലാഹുവാണ് വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചിട്ട്. ഇന്നാ നഹ്നു നസ്സൽനാ الذِّكْرَ وَإِنَّا لَهُ لَحَافِظُونَ كما قال الله تعالى. നാമാണ് ഈ ഉത്ബോധനത്തിന് പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. അത് നാം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി പറഞ്ഞു. അതെന്താവുന്നു? അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അതിൻ്റെ വള്ളി പുള്ളിക്ക് വ്യത്യാസം കൂടാതെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. പൂർവ്വഗ്രന്ഥങ്ങളൊന്നും തന്നെ കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതേപോലെ മാറ്റത്തിരുത്തങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതൊരു മാറ്റത്തിരുത്തലും കൂടാതെ ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിക്കും. കാരണം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതിന് തഫ്സീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഊതീതുൽ ഖുർആന മിസ്ലു മഅഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. എനിക്ക് വിശുദ്ധ ഖുർആനും അത്തരത്തിന് വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താവുന്നു? അതിന് തഫ്സീറാവുന്നു. ഇവ രണ്ടുമല്ലാത്ത മറ്റൊരു ഇൽമ് ഇല്ല. ഇന്നമാ ഹുമാ എന്താണ് ശം? അവ രണ്ടും രണ്ട് കാര്യങ്ങളാവുന്നു. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങൾ. പിന്നെ ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ്, വർത്തമാനം അല്ലാഹുവിൻ്റെ വർത്തമാനം, സത്യമായ വർത്തമാനം അല്ലാഹുവിൻ്റെ വർത്തമാനം. വഖൈറുൽ ഹദിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകൾ വെച്ച് ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്. അത് രണ്ടും വിട്ടേച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് യാത്ര പറയുന്നത്, പൂർത്തിയാക്കി തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളെ പരിശുദ്ധ ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൊണ്ടും പരിശോധിച്ചറിഞ്ഞുകൊണ്ട് അതാണ് സ്വീകരിക്കേണ്ടത്. ഫലാ റബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂന, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യഹ്കിമൂക, പ്രവാചകരെ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നവരേക്കും. ഫിമാ ശജറ ബൈനഹും, അവർക്ക് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീർപ്പ് വിധികർത്താവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നവരേക്കും റബ്ബിനെ സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുവാനായി പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും
നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് സ്വലാഹിസമ്മ ആ വിഷയത്തിൽ എടുത്ത തീരുമാനം സഹിഹ ഹദീസിലൂടെ നാം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മുഅ്മിനല്ല. ഒരു സത്യവിശ്വാസിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തീരുമാനിക്കുക എന്ന്. ധാരാളമായ ആയത്തുകളും ഹദീസുകളും വേറെയും ഈ വിഷയത്തെ സത്യപ്പെടുത്തുവാൻ നമുക്ക് പറയാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് തൽക്കാലം അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും വിധിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്ന വിഷയം മുഴുവൻ ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് ഇന്നൽ ഇൻസാന ഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലാമനു, വിശ്വസിച്ചൊഴികെ, അമിസ്വലഹതി, സൽക്കർമ്മം വർദ്ധിച്ചൊഴികെ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ആദ്യത്തെ രണ്ടെണ്ണം നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് റസൂൽ പറഞ്ഞു, ഇതാണ് സത്യം. ഇതുകൊണ്ട് ഉപദേശിക്കാത്തവനും നഷ്ടപ്പെട്ടവനാണ്, സ്വർഗം നഷ്ടപ്പെട്ടവനാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഉള്ളവർ സത്യവിശ്വാസികളാവട്ടെ അല്ലാവട്ടെ, മനുഷ്യന്മാർ, ജനങ്ങൾക്ക് ആർക്കും അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിലേക്ക് പരസ്പരം ഉപദേശിക്കണം. നമ്മൾ കുടുംബക്കാരായേക്കാം, സുഹൃത്തുക്കളായേക്കാം, ഇതര സംഘടനക്കാരായേക്കാം, നമ്മുടെ സംഘടനയിൽപ്പെട്ടവർ തന്നെ ആയേക്കാം, പണ്ഡിതന്മാരായേക്കാം, സാധാരണക്കാരായേക്കാം, ആരായാലും ശരി, പരസ്പരം ഉപദേശിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് നമുക്ക് നിർബന്ധമായ കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകറ വൽയുഗയ്യിർ ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു ദുരാചാരം കണ്ടാൽ കൈകൊണ്ട് തടയണം. അത്ര കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അവൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫബിലിസാനി, നാവ് കൊണ്ട് തടയണം, പറഞ്ഞ് അത് മുടക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. അതാണ് ഈമാനിൽപ്പെട്ട ഏറ്റവും ബലഹീനമായത് എന്ന്. ആരായാലും ശരി, അവിടെ നമ്മളിൽപ്പെട്ട മുജാഹിദാണോ, അവിടെ അതാണ് നമ്മൾ ചർച്ചാ വിഷയം. സമസ്തക്കാരനാണോ, അതല്ല വിസ്ഡംകാരനാണോ, അതല്ല മസ്കത്ത് ദാവക്കാരനാണോ, അതല്ല ജമാഅത്തുകാരനാണോ, അതല്ല തിബ്ലീഗ് ജമാഅത്താണോ, ആരാവട്ടെ, ഏത് സംഘടനക്കാരനാവട്ടെ, ഏത് വ്യക്തിയാവട്ടെ, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ഒരു മനുഷ്യനോടുള്ള ധർമ്മം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കൈകൊണ്ട് തടഞ്ഞ് വിരോധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ല എങ്കിൽ വാക്കുകൾ കൊണ്ട്, അതിനും സാധിക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്നാണ് അല്ലാഹു തആല ആയത്തിലൂടെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. മൂന്നാമത്തെ കാര്യം,
തവാസോ ബിൽ ഹഖി തവാസോ ബിൽ ഹഖ്, സത്യം കൊണ്ട്, യഥാർത്ഥം കൊണ്ട്, അള്ളയും റസൂലും പറഞ്ഞ യാഥാർത്ഥ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അതില്ലാത്തവൻ നഷ്ടപ്പെട്ടവനാകുന്നു, ചെയ്യാത്തവൻ നഷ്ടപ്പെട്ടവനാകുന്നു, സ്വർഗം നഷ്ടപ്പെട്ടവനാകുന്നു. നാലാമത്തെ കാര്യം വതവാസോ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഇത്തരം കാര്യങ്ങൾ നന്മത്തെ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് ചെയ്യുമ്പോൾ സ്വന്തക്കാർ, ബന്ധുക്കാർ, കുടുംബക്കാർ, സ്വന്തം സംഘടനക്കാർ, ഇതര സംഘടനക്കാരിൽ നിന്നും നമുക്ക് കടുത്തതായ എതിർപ്പുകളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 13 വർഷക്കാലം കടുത്ത വിമർശനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. 13ാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ഓർക്കുക, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉപരോധങ്ങൾ, ഞെരുക്കങ്ങൾ നമുക്കും നമ്മുടെ സുഹൃത്തുക്കളിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ നാട്ടുകാരിലൂടെ ഉണ്ടാകും. ആ സന്ദർഭങ്ങളിൽ നാം ക്ഷമിക്കണം. കൈകൊണ്ട് തടയാൻ പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാൻ പറ്റില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും വെറുക്കണം. മാത്രവുമല്ല, ഞെരുക്കങ്ങളും പ്രയാസം കൂടുമ്പോൾ ക്ഷമ കൈക്കൊള്ളണം. അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യം അത്ഭുതമാവുന്നു. അസാബഹു, അവനക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, സന്തോഷകരമായ കാര്യം അവനക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. അവന് ഞെരുക്കമുള്ള പ്രയാസകരമായ കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നു. രണ്ടും അവന് ഖൈറാണ്. സന്തോഷകരമായ കാര്യം സംഭവിച്ചാൽ ശുക്ർ ചെയ്യുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ശുക്ർ സുജൂദ് ചെയ്യുന്നു. അത് ഖൈറായി. പ്രയാസകരമായ ഞെരുക്കമായ ഒരു പ്രയാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നു. അപ്പോൾ അതും അവൻ ഖൈറായി. സത്യവിശ്വാസികൾ മാത്രമാണ് ഈ ഖൈറ്. നന്മ സംഭവിച്ചാലും തിന്മ സംഭവിച്ചാലും ഖൈറ്. ആ ക്ഷമയുടെ പ്രാധാന്യം അല്ലാഹു തആല മുഖേന നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത്, അല്ലാഹു തആല നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്ന മാർഗം അതാണ് മുകളിൽ സൂചിപ്പിച്ച ആയത്ത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, നിശ്ചയം എൻ്റെ മാർഗം ഇതാ ചൊവ്വായ മാർഗം. ഫത്ബിഉ, നിങ്ങൾ ആ മാർഗം പിൻപറ്റുക. വലാ തത്തബിഉ സുബല, വിവിധ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. പിൻപറ്റിയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഭിന്നിച്ചു പോകും. അതൊക്കെ അള്ളാഹു നിങ്ങൾ സൂക്ഷ്മ പാലിക്കുവാൻ വേണ്ടി വസീയത്ത് ചെയ്യുകയാവുന്നു. അള്ളാഹുവിൻ്റെ വസീയത്ത് അതാണ് നാം സ്വീകരിക്കേണ്ടത്. എന്നല്ലാതെ ഏതെങ്കിലും വിവരം കെട്ടവരുടെ വസീയത്തല്ല നാം സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. വളരെ ഗൗരവപ്പെട്ട കാര്യമാണിത്. അള്ളാഹുവിൻ്റെ വസീയത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വസീയത്ത്, അതാണ് നാം സ്വീകരിക്കേണ്ടത്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അത് നമുക്ക് മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിവര്യന്മാരുടെ പഠിപ്പിച്ചു തന്നു. അത് സ്വീകരിക്കാനാണ്, ഭിന്നിച്ചു പോകാതിരിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്ബിഉ വലാ തത്തബിഉ സുബല, എല്ലാ മാർഗം ചൊവ്വായ മാർഗം അതിനെ പിൻപറ്റുക, വിവിധ മാർഗങ്ങൾ പിൻപറ്റരുത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാർഗം നമുക്ക് പഠിപ്പിച്ചു തരാനായി
അള്ളാഹു നിയോഗിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ ഒറ്റ പ്രവാചകന്മാരും അയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അങ്ങനെ തന്നെ നിയോഗിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർക്ക് ആ മാർഗങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ മാർഗം നമ്മൾ സ്വീകരിക്കാൻ, പിൻപറ്റാൻ. ഫത്തഖുല്ലാഹ്, അള്ളാഹു സൂക്ഷിക്കുക, ഓർത്തുവിനി, എന്നെ പിൻപറ്റുക. എങ്ങനെയാണ് എന്നെ പിൻപറ്റേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ ഒന്ന് മാത്രം ആണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവൻ നരകത്തിലേക്കാണ്. ആ നരകത്തിലേക്ക് പോകുന്ന പാർട്ടിയിൽപ്പെടാതെ സ്വർഗത്തിലേക്കുള്ള പാർട്ടി ഏതാണെന്ന് സാഹിബിനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള പാത. അതാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മൾ ഷഹാദത്ത്. ഒന്നാമത്തെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവില്ലാതെ മറ്റൊരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹുവില്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. രണ്ടാമത്തെ ഷഹാദത്ത് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് മനസ്സാ വാച കർമ്മണ സ്വീകരിക്കുന്നു. മനസ്സുകൊണ്ട് സ്വീകരിക്കണം, വാചകത്തിൽ പറയണം, ജീവിതത്തിൽ പ്രാർത്ഥനമാക്കണം. അപ്പോഴാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കുക. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിൻപറ്റാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ, നബി സാഹിബ് മാർഗം പിൻപറ്റാതെ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞോ, ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ, അല്ലാഹുവും അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത തഫ്സീറുകൾ അറബിയിൽ എഴുതിക്കൊണ്ട് മറ്റു മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്തുന്നത്, വഫാത്തായ പ്രവാചകന്മാരോട് പാപം ചെയ്യുന്നത് അനുവദനീയമാണ്, ജായിസാണ് എന്ന് വാദിച്ചാലോ നാം അത് പിൻപറ്റരുത്. മാത്രവുമല്ല, അന്ധമായുള്ള അനുകരണം, അത് മഹാന്മാരായാലും ശരി, മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങളായാലും ശരി, 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളായാലും ശരി, പണ്ഡിതന്മാരായാലും ശരി, സംഘടനക്കാരായാലും ശരി, വാപ്പപ്പന്മാരായാലും ശരി, കേരള മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതായാലും ശരി, ഏത് സംഘടനക്കാർ ചെയ്തു വരുന്നതായാലും ശരി, ഈ സംഘടന നേതാക്കന്മാർ ചെയ്തു വരുന്നതായാലും ശരി, അതൊന്നും നമുക്ക് പിൻപറ്റിക്കൂടാ. സ്വഹീഹ് ഹദീസ് ഉണ്ടോ, അതാണ് നാം പിൻപറ്റേണ്ടത്. ഇതാ സഹൽ ഹദീസ് ബഹുമതി, ഇമാമിങ്ങൾ പറഞ്ഞത് പ്രകാരമാണ്. സഹീഹ് ഹദീസ് സഹീഹ് വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്, ഞങ്ങൾ എഴുതി വെച്ചത് ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്. സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ ഇതെല്ലാം തള്ളിക്കളയണം, എന്നിട്ട് സ്വഹീഹ ഹദീസ് സ്വീകരിക്കണം. ഞങ്ങൾ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങളിവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇതിന് വിപരീതമായി സ്വഹീഹ് ഹദീസിൽ വന്നാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഹദീസിൻ്റെ പ്രാധാന്യം അത് ബുദ്ധിക്ക് യോജിക്കണോ വേണ്ടയോ നോക്കേണ്ടതില്ല. ഹദീസ് സഹിയാണോ സ്വീകരിക്കണം. ഹദീസ് പണ്ഡിതന്മാർ, മുജ്തഹിദീങ്ങളെ പണ്ഡിതന്മാർ, ഖുർആനും ഹദീസും മനപ്പാടമുള്ള ധാരാളം സനദ് സഹിതം ധാരാളം മനപ്പാടമുള്ള പണ്ഡിതന്മാരുടെ പ്രസ്താവനകളാണ് അത് തള്ളിക്കൂടാ.
ഐക്യമായി എല്ലാം കൂടി അംഗീകരിക്കുന്നു സ്വഹീഹായ ഹദീസുകൾ. അത് തള്ളിക്കൂടാ. നമുക്ക് സംശയാസ്പദമായി തോന്നുമെങ്കിൽ മാറ്റി നിർത്താം. അതിനെപ്പറ്റി വിമർശനം കൊണ്ടുവരാനും പാടില്ല, അത് സ്വീകരിക്കാനും പാടില്ല. രണ്ടും തെറ്റാണ്. ഏതുവരെ മറ്റൊരു ഹദീസ് കൊണ്ട് അത് വ്യക്തമാകുന്നവരെ, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് വ്യക്തമാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മാറ്റി നിർത്താം. സംശയാസ്പദമായൊരു കാര്യം കണ്ടാൽ ഫഖിഫ് മുആദ് റളിയല്ലാഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. എന്നല്ലാതെ അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യരുത്. രണ്ടും തെറ്റാണ്. സംശയാസ്പദമായി വന്നാൽ തള്ളും വേണ്ട, കൊള്ളും വേണ്ട, വിമർശിക്കും വേണ്ട. അത്തരം കാര്യങ്ങൾ നമ്മൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കിടയിലെ കാര്യമില്ലേ, അത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് സമസ്തക്കാരിടയിലുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ അല്ലാഹും റസൂലും പറഞ്ഞതിന് വിപരീതമാണ് ആ പറയുന്നത്. ആര് തെറ്റ് ചെയ്യുന്നു കണ്ടാലും കൈകൊണ്ട് തടയണം. ഒരു ആചാരം കണ്ടാൽ, പറയുന്നത് കേട്ടാൽ മറുപടി പറയണം. നമ്മളിൽപ്പെട്ട ആളാണോ, നമ്മൾ സംഘടനക്കാരനാണോ, ഇതര സംഘടനക്കാരാണോ, അല്ല മുജാഹിദ് ഇൽപ്പെട്ട മറ്റൊരു സംഘടനക്കാരനാണോ അല്ലേ എന്ന് നോക്കേണ്ടതില്ല. സമസ്തക്കാരനാണോ നോക്കേണ്ടതില്ല. നമ്മൾ സ്വന്തക്കാരാണോ നോക്കേണ്ടതില്ല. നമ്മുടെ കുടുംബക്കാരാണോ നോക്കേണ്ടതില്ല. മുഖം നോക്കാതെ തെറ്റായി പറയണം. അവനാണ് മുജാഹിദ്. സ്വന്തക്കാർ, ബന്ധക്കാർ, നമ്മുടെ പാർട്ടിക്കാർ, നമ്മുടെ സംഘടനക്കാർ പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. കുടുംബക്കാർ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക. സ്വന്തക്കാർ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക. അല്ലാത്തവർ പറഞ്ഞില്ലെങ്കിൽ വിമർശിക്കുക. അത് ശരിയല്ല. അവന് മുജാഹിദ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തെറ്റ് പ്രവർത്തിക്കുന്നതായി ആര് കണ്ടാലും, ദുരാചാരം ആര് പ്രവർത്തിക്കുന്നത് കണ്ടാലും കൈകൊണ്ട് തടയണം. സാധിക്കുന്നില്ലെങ്കിൽ നാവുകൊണ്ട് പറയണം. അതിനും സാധിക്കുന്ന കൽബുകൊണ്ട് വെറുക്കണം. ഇതാണ് ഈമാൻ ഏറ്റവും ബലഹീനമായത്. നാവുകൊണ്ട് പറയാൻ സാധിക്കുന്നതിൽ കൽബുകൊണ്ട് വെറുക്കുക. സ്വന്തക്കാരാലും ശരി, സംഘടനക്കാരും ശരി, കുടുംബക്കാരും ശരി, നാട്ടുകാരും ശരി, സത്യമായി തുറന്നു പറയണം. അതാണ് ജിഹാദ്. അതിന് സാധിക്കാത്തവൻ മുജാഹിദല്ല. അതിനെ എതിർക്കുന്നവനും മുജാഹിദല്ല. നമുക്ക് നമ്മളിടയിലുള്ള കാര്യങ്ങൾ പറയണ്ട. സമസ്തക്കാരിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള ഇത് ശരിയല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു വാദം തെറ്റാണ്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന ഇൽമിന് വിപരീതമാണ്. വിശുദ്ധ ഖുർആനിനോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യക്കോ വിപരീതമായി ആര് പറഞ്ഞാലും പ്രവർത്തിച്ചാലും വിമർശിക്കണം. തിന്മ കൊണ്ട് വിരോധിക്കണം, നന്മ കൽപ്പിക്കണം. അത്തിയുല്ലാഹ് അത്തിയു റസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹു റസൂലിനെ അനുസരിക്കുക. അതാണ് റസൂലിൻ്റെ കൽപ്പന. അമ്മ റസൂല ഫഖാദ അള്ളാഹു. വല്ലവനും അള്ളാഹു റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. മൊത്തത്തിൽ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ മുഖേന അള്ളാഹു തആല നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തു. ആ മാതൃകാ ജീവിതം മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലും ആ മാർഗം, അതാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് നാം ഉപദേശിക്കേണ്ടത്. അതാ മുഖം നോക്കാതെ നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ പറയുന്നവനാണ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവനാണ് വിജയിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാത്തവൻ നഷ്ടപ്പെട്ടവനാണ്. ഒരു അസർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, മനുഷ്യൻ
ലഫി ഖുസർ നഷ്ടത്തിലാവുന്നു. ഇല്ലല്ലി ജാമു വിശ്വസിച്ചതിനൊഴികെ വഅമിസ്വാലിഹാത്തി സൽക്കർമ്മം ഉപദേശിച്ചതിനൊഴികെ വതവാസുൽ ഹഖ് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നൊഴികെ വതവാസു ബിസ്സബ്ർ ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നൊഴികെ നഷ്ടക്കാരാണ്. 4 കാര്യങ്ങൾ നമ്മളില്ല എങ്കിൽ, ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു വെറുപ്പുണ്ടായിക്കൂടാ എന്നാണ് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾക്കിടയിലെ പ്രശ്നങ്ങളും ദുരാചാരങ്ങൾ കണ്ടാൽ നാം വിമർശിക്കണം. മറ്റുള്ളവർക്കിടയിൽ ഉള്ള പ്രശ്നങ്ങളും കണ്ടാലും ദുരാചാരം ആണെങ്കിൽ നാം വിമർശിക്കണം. തെറ്റായ ആചാരങ്ങൾ, തെറ്റായ വർത്തമാനങ്ങൾ ഒക്കെ തന്നെ ദുരാചാരത്തിൽപ്പെടുന്നു. അല്ലാഹും റസൂലും ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ, വിശുദ്ധ ഖുർആനിന് ഉള്ള വിമർശനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മതി എന്നുള്ള വാദങ്ങൾ, ഹദീസ് മാറ്റി നിർത്തിയ ഖുർആൻ മതി എന്നുള്ള വാദങ്ങൾ, ഇതെല്ലാം തെറ്റാണ്. ഖുർആനും വേണം, ഹദീസും വേണം. അല്ലാഹുവിനെ വിശ്വസിക്കണം, അല്ലാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കണം. സത്യമാണ്, അല്ലാഹ് പറഞ്ഞ സത്യമാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ സത്യമാണ്. വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ. മുഅ്മിനായിട്ട് വേണം ഒരു മുസ്ലിം ആകാൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങൾ ആയിക്കൊണ്ടാൽ മരിക്കരുത് എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അപ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകും. അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും വായിച്ച് പഠിക്കണം അർത്ഥത്തോടുകൂടി. അപ്പോഴേ ഖുർആനും ഹദീസും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കും. സ്വഹീഹ് ഹദീസുകൾ നാം സ്വീകരിക്കണം. സംശയാസ്പദമായി വന്നാൽ മാറ്റി നിർത്തണം. വിമർശിക്കാനും പാടില്ല, അത് സ്വീകരിക്കും വേണ്ട. ഏതുവരെ? ആ സംശയം തീരുന്നവരെ. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ടത്. നന്മ കൽപ്പിക്കുവാനും തിന്മയ്ക്ക് വിരോധിക്കുവാനുമാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യരെ മലക്കളെക്കാളും ഇതര സൃഷ്ടികളെക്കാളും ആദരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യകൾ ജീവിതത്തിൽ പ്രാർത്ഥിമാക്കി, അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യ ജീവിതത്തിൽ പ്രാർത്ഥിമാക്കി ജീവിക്കണം. എങ്കിൽ നമുക്ക് മലക്കളെക്കാളും ഉന്നത സ്ഥാനത്തെത്താൻ സാധിക്കും. അങ്ങനെ വിപരീതമായി ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിതത്തിൽ പ്രാർത്ഥിമാക്കാതെ ജീവിച്ചാൽ ഏറ്റവും അധമന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോവും. അതും അല്ലാഹു തആല നമുക്ക് ഖുർആനിൽ കൂടി തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ثم رددناه أسفل سافلين. ഓതി നോക്കുക, ഒത്തൂനി ഓതിക്കുക. ഒത്തൂനി സൈത്തൂൻ എന്ന സൂറത്ത് ഓതി നോക്കുക. നമുക്ക് അവിടെ വെച്ച് അക്കാര്യം വ്യക്തമാകും. ഏറ്റവും മോശക്കാരുടെ കൂട്ടത്തിലും മനുഷ്യൻ എന്ത് ചെയ്യും? തരം താഴ്ത്തപ്പെടും. ഭൂലോകത്തുള്ള സർവ്വജീവിയേക്കാളും മോശക്കാരൻ ആയിട്ട് താഴ്ത്തപ്പെടും. ഭൂലോകത്തുള്ള സർവ്വ സൃഷ്ടികളും ഉന്നതിയിൽ എത്തുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നൽകട്ടെ. ആ ഹിദായത്തിനായി അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ രക്ഷാമാർഗം. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
غير المغضوب عليهم ولا الضالين ആമീൻ. അർത്ഥം കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. المستعان بك البلاغ لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.